ഷാജിയുടെ ഇത് കുറെ പേരുണ്ടല്ലോ. ഇത് 9 പേരുണ്ട്. നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡ്. 6 മെയിലും 3 ഫീമെയിലും. നമ്മുടെ റോക്കിയുടെ ഓഫീസ് അല്ലേ ഇത്? റോക്കി ഷോപ്പീഡാണ്. ഇത് നമുക്ക് കാഴ്ച നല്ല ഷോ ആണ് ഇവരെ കാണിക്കുന്നത്. അന്നേരം ഹെയർ ഒക്കെ ആയിട്ട് നല്ല സിംഹത്തിന്റെ ഇതുപോലെ തന്നെ കാഴ്ചക്ക് നല്ല എടുപ്പാണ് ഇവരൊക്കെ. അതായത് എന്ത് കാര്യം പറഞ്ഞാലും കേൾക്കും ഇവര്. നല്ല വിശ്വസ്തയോടെ ഉള്ള ഒരു ഇതാണ്. ഓണറിനോട് എപ്പോഴും ലോയലായി, എപ്പോഴും ലോയലായിട്ട് ഇതായിട്ടുണ്ടാവും ഇവര്. ഓക്കെ, കാണാൻ തന്നെ ഒരു പ്രത്യേക പ്രത്യേകത. ഷാജിയുടെ നമുക്ക് എത്ര ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട് ഇപ്പോഴും മൊത്തം? ജർമ്മൻ ഷെപ്പേർഡിന്റെ 4 പേര്, ഒരു മെയിലും 3 ഫീമെയിലും ഉള്ളത്. നിങ്ങൾ ആദ്യകാലങ്ങളിൽ വളർത്തിയിരുന്ന ജർമ്മൻ ഷെപ്പേർഡ് റോഡ് വീലർ റോഡ് വീലർ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ വേറെ ജാക്ക് റസൽ ടെറിയറും കൂടി ഉണ്ട്. പല ബ്രീഡ്സിനെ വളർത്തിയാൽ ഈ ഒരു ബ്രീഡ്സിന്റെ എടുത്തു വരത്തൊക്കെ പ്രത്യേകത എന്തൊക്കെയാണ് ചേട്ടാ? നമ്മുടെ ഡോഗ്സ് എല്ലാം തന്നെ ലോങ് കോട്ട് ആണോ അതോ ഷോർട്ട് കോട്ട് ആണോ? ലോങ് കോട്ട് ആണ് ഉള്ളത്. ലോങ് കോട്ട് ആണ്. ചേട്ടന് പൊതുവെ ഏതാ ജർമ്മൻ ഷെപ്പേർഡ് ലോങ് കോട്ട് ആണോ ഇഷ്ടം? ലോങ് കോട്ട് ആണ് എനിക്ക് ഇഷ്ടം. ആ കാഴ്ചയിലെ ഭംഗി കൊണ്ടാണ്. പിന്നെ പേരെന്താ ഏട്ടന്റെ? പിന്നെ റോക്കി. ഫിഗോയുടെ ഗ്രാൻഡ് സൺ ആണ്. ഇന്ത്യൻ ചാമ്പ്യൻ ഫിഗോയുടെ ഗ്രാൻഡ് സൺ ആണ് ഇവൻ. ഓക്കെ, ഇവന് ഇപ്പൊ 5 വയസ്സായിട്ടുണ്ട്. ഇവരിപ്പോ മെയിൻ ആയിട്ട് വർഷത്തിൽ 2 തവണ ഹെയർ ലോസ് ഉണ്ട്. ഇവരുടെ ഷെഡിങ് ഉണ്ട് 2 പ്രാവശ്യം. സാധാരണ ഹെയറി ബ്രീഡ്സിന് ഉണ്ടാകുന്നതാണ് അത്. വർഷത്തിൽ 2 പ്രാവശ്യം. ബാക്കിയെല്ലാം നോർമൽ തന്നെ നല്ല ഇതാണ്. എന്ത് കാര്യത്തിനും നമ്മുടെ കൂടെ ഉണ്ടാവും. എന്ത് കാര്യത്തിൽ നമ്മളെ അഴിച്ചുവിട്ടാൽ നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും എപ്പോഴും. എവിടെ പുറത്ത് അങ്ങനെ പോകുന്നില്ല. അഴിച്ചുവിട്ട് കൂട്ടിലുണ്ടാവും. രാവിലെ മണിക്ക് ഓരോ മണിക്കൂർ അഴിച്ചുവിടും. അത് കഴിഞ്ഞിട്ട് കൂട്ടിലെടുത്തിരുന്നത്. ഇവർക്ക് എന്തൊക്കെ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ? ഫുഡ് രാവിലെ ഡ്രൈ ഫുഡ് കൊടുക്കും, വൈകിട്ട് ചോറും ചിക്കനാണ് കൊടുക്കുന്നത്. 2 തവണ ഒരു അഡൽട്ട് ഫുഡ് ആയിട്ട് കൊടുക്കും. മെയിനായിട്ട് കെയർ മെയിൻറ്റെയിൻസ് തന്നെ ആഴ്ചയിൽ ഒന്നെങ്കിലും ചുരുങ്ങി കോമ്പ് ചെയ്തോണ്ടിരിക്കണം ഇവരെ. ഇവർക്ക് ജട പിടിക്കും. അങ്ങനത്തെ ഒരു ഇതുണ്ട്. ആ ഒരു കാര്യം വൃത്തിയായി ശ്രദ്ധിക്കണം. മഴക്കാലത്ത് പ്രത്യേകിച്ച്. ബാക്കി വളർത്താൻ നല്ലതാണ്. എന്ത് കാര്യത്തിൽ നല്ല അനുസരണം കാര്യമൊക്കെയാണ് ഇവർ. കാഴ്ചക്ക് നല്ല എടുപ്പാണ്. കളർ ബ്ലാക്ക് ആൻഡ് ആണ് മെയിൻ ആയിട്ട് ഇവരുടെ. നമ്മുടെ ഈ ഒരു ഫീമെയിൽ ഇച്ചിരി റെഡ് കൂടുതലാണ് കയറി വന്നിട്ടുണ്ട്. നമുക്ക് വേറെ 2 പേരെ ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് കുറച്ച് പപ്പീസ് ഇറങ്ങിയിട്ടുണ്ടല്ലേ? ഇപ്പൊ നമുക്ക് ഒരു 9 പപ്പി ഉണ്ട്. 9 പപ്പി ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ റോക്കിയുടെയും ചിന്നുവിന്റെ കൂടെ 9 പേരുണ്ട്. എത്ര ദിവസമായിട്ടുണ്ട്? 38 ദിവസമായി. 38 ദിവസമായി. നല്ല ഉരുണ്ടിരിക്കുമല്ലേ? നല്ല ഉരുണ്ടിരിക്കുന്നത്. എത്ര ദിവസമായത്? ഇന്ന് 38 ദിവസമായുള്ളൂ. 38 ദിവസമായിട്ടുള്ളല്ലേ? 38 ദിവസമായുള്ളൂ. 38 ദിവസമായ ജർമ്മൻ ഷെപ്പേർഡ് എല്ലാം ലോങ് അല്ലേ? പപ്പിയുടെ നല്ല രീതിയിൽ നിങ്ങൾ ഫീഡ് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. മദർ മിൽക്ക് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്? മദർ മിൽക്ക് ഉണ്ട്. മദർ മിൽക്കും ഉണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട് എല്ലാം ഒരേപോലെ ഉണ്ടല്ലേ? എല്ലാം ഒരേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഒന്നും ചില ലിറ്ററിനകത്ത് ഇങ്ങനെ നോക്കാൻ നേരത്തെ ഒന്നെണ്ണം ഇങ്ങനെ ഇതായിട്ട് വരും. പക്ഷേ ഇത് അങ്ങനത്തെ പ്രശ്നം ഒന്നും തന്നെ ഇല്ല. 9 പേര് ഒരേപോലെ ഉണ്ട്. 9 പേര് ഒരേപോലെ കണ്ട് ഫാദറിന്റെ ഇതാന്ന് തോന്നുന്നു. ഫാദറിന്റെ ഇതായിട്ട് കയറി വന്നിരിക്കുന്നത്. എല്ലാം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഡോഗ്സ് കേട്ടോ. ചേട്ടാ ഇപ്പം ഡിവോമിങ് ഇപ്പൊ എത്ര കഴിഞ്ഞു? ഡിവോമിങ് 2 കഴിഞ്ഞു. ഇനി 4ാമത്തെ 40 ദിവസം കൊടുക്കും. 15 ദിവസം കൂടി പോയി കൊടുക്കും. ശരി. വാക്സിനേഷൻ എന്തെങ്കിലും? വാക്സിനേഷൻ ഇല്ല. വാക്സിനേഷൻ 40 ദിവസം കഴിഞ്ഞിട്ട് ആദ്യത്തെ എടുക്കത്തുള്ളൂ അല്ലേ? അടങ്ങിയിരിക്കത്തില്ല. നല്ല ഗ്രൂപ്പാണല്ലോ അല്ലേ? നോർമലായിട്ട് നമുക്ക് ഷെപ്പേർഡിനൊക്കെ എത്ര ദിവസം കഴിയുമ്പോൾ എടുക്കുന്ന കേട്ടാ നല്ലത്? 40 ദിവസം കഴിഞ്ഞാൽ സാറിന് കൊടുക്കുന്നത് അല്ലേ? 40 ദിവസം കഴിയുമ്പോൾ തന്നെ അപ്പത്തന്നെ ആ ഒരു പപ്പിയുടെ ക്വാളിറ്റി നമുക്ക് അറിയാൻ എങ്ങനെ ഏത് ടൈപ്പിൽ വരുന്നുള്ളത്. ഇതിപ്പോ ഇത് നമുക്ക് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും ചേട്ടാ ഇത് അല്ലേ? എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ട് നല്ല ബോൺ സൈസ് നല്ല ബോൺ സൈസ് ഉള്ള പീസ്. ചേട്ടാ ഇനിയിപ്പോ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പം എടുക്കുന്നവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? എടുക്കുന്ന ഫുഡിന്റെ അത് വാക്സിൻ എടുക്കണം. ഇതിന് മെയിൻ ആയിട്ട് വാക്സിൻ എടുത്ത് ആവശ്യമുള്ളവർക്ക് നമ്മൾ വാക്സിൻ എടുത്തു കൊടുക്കും. അല്ലാത്ത അവർ ചെന്നിട്ട് വാക്സിൻ എടുക്കണം. ഓക്കെ. ഒരു വാക്സിൻ എടുക്കണം, അതിന്റെ ബൂസ്റ്റർ എടുക്കണം. ബൂസ്റ്റർ എടുക്കണം. ഓക്കെ. അപ്പൊ ഇതേ രീതിയിൽ തന്നെ പ്രോപ്പർ ഡീവോമിങ് ചെയ്യണം. പ്രോപ്പറായിട്ട് 15 ദിവസം കൊണ്ട് ഡീവോം ചെയ്യും. 6 മാസം മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഫുഡ് ഒരു 4 ടൈം 5 ടൈം ഇവർക്ക് കൊടുക്കും. എത്ര വയസ്സ് വരെ? ഒരു 6 മാസം വരെ 4 പ്രാവശ്യം. 4 ഒരു നേരം 4 പ്രാവശ്യം 6 മാസം വരെ. 6 മാസം വരെ. പിന്നെ 2 ആക്കിയാലും കുഴപ്പമില്ല. 2 നേരം അങ്ങനെ കൊടുക്കും. കുഴപ്പമില്ല. അപ്പൊ അതായത് പപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഫീഡ് ചെയ്യണം അല്ലേ? ചെറുപ്പത്തിൽ എങ്ങനെ കൊടുക്കുന്നത് അതനുസരിച്ച് ഇവരുടെ വളർച്ചയിൽ. എന്തായാലും നല്ല ഹെയർ ക്വാളിറ്റി ഉണ്ട്. നല്ല ഡോഗ്സ് എല്ലാം നല്ല സൈസും ഉണ്ട്. ഷാജി നമ്മുടെ സ്ഥലം എവിടെയാ? കണ്ണൂർ ജില്ല ഇരിട്ടി. കണ്ണൂർ ജില്ല ഇരിട്ടി അല്ലേ? ഇരിട്ടി ഉളിക്കൽ എന്ന് പറയും. ഓക്കെ. പപ്പി ജർമ്മൻ ഷെപ്പേർഡ് നോക്കുവാണെങ്കിൽ നേരിട്ട് ഇങ്ങോട്ട് വരാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ ചെയ്തിട്ടാലും നമുക്ക് ട്രാൻസ്ഫർ കേരളത്തിൽ എവിടെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ? ഓക്കെ. വരാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പപ്പീസാണ് ഈ കാണുന്നത് മൊത്തം തന്നെ. പക്ഷേ ഷാജിയുടെ നമ്പർ വീഡിയോക്കകത്തുണ്ട്. വേണ്ടവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ.